ഒരിക്കൽ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ അനിയത്തിമാരെല്ലാം കൂടെ വന്ന്, അപ്പോൾ ഒരു 10:30 രാത്രി എല്ലാവരും ഇരുന്ന് വർത്തമാനമൊക്കെ പറയും. ഒരു 10:30 ആയപ്പോഴത്തേക്ക് എൻ്റെ ഹാർട്ട് റേറ്റ് ഇങ്ങനെ ചലിക്കാൻ തുടങ്ങി. നിൻ്റെ പ്രാർത്ഥനാ സമയം, അങ്ങനെ ആ ഒരു സമയം തുടങ്ങി. എനിക്ക് എപ്പോൾ പ്രെയർ ടൈം ആയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വേറെ ഒരു കൂട്ടായ്മയിലിരുന്ന് വർത്തമാനം പറയുന്നത്, അല്ലെങ്കിൽ ആ സമയത്ത് ഈ ശബത്തിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കാതെ കർത്താവിലേക്ക്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ എൻജോയ് ചെയ്യുന്ന ടൈം, റിലാക്സ് ചെയ്യുന്ന ടൈം ബീയിങ് വിത്ത് ഗോഡ്, ദൈവസന്നിധിയിലിരിക്കുക എന്നുള്ളതായിരുന്നു. അത് മണിക്കൂറുകൾ ദൈവസന്നിധിയിലിരിക്കാൻ എന്താ പ്രാർത്ഥിക്കുന്ന ഒരു ആവശ്യകതയുടെ വിഷയം പേരിലൊന്നും ആയിരിക്കത്തില്ല. അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ അങ്ങനെ ഇരിക്കാനും ഇരുന്ന് കർത്താവിനോട് അങ്ങനെ കർത്താവിൻ്റെ പാദത്തിലിരിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു ഫീൽ കിട്ടും. അന്നും ഇന്നും ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുന്നതിനകത്ത്. കഷ്ടതകളിലും പ്രതികൂലങ്ങളിലും ഒന്നും ഞാൻ കരയത്തില്ല. ഞാനിങ്ങനെ കല്ല് പോലെ ഇരിക്കും. എന്ത് സംഭവിച്ചാലും ഞാൻ മിണ്ടാതെ ഇരിക്കും. പക്ഷേ ഞാൻ കരയുന്നത് കൂടുതലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക്, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് വരുമ്പോഴാണ് ഞാൻ കരയുന്നത്. പ്രതിസന്ധികളിൽ ഞാൻ കരയാറില്ല. ഞാൻ ഇങ്ങനെ കല്ല് പോലെ ഇരിക്കത്തേ ഉള്ളൂ. ഫ്രീ ആവും. ഇന്നും എനിക്ക് ശുശ്രൂഷയിലെ തിരക്ക് പോലും എനിക്കിഷ്ടമല്ല. കാരണം ശുശ്രൂഷയിൽ തിരക്കായി ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്നത് കുറഞ്ഞാൽ പോലും ഞാൻ സ്ട്രെസ്ഡ് ആവും. എനിക്കെന്തോ ഒരു നഷ്ടബോധം. നമ്മൾ പേഴ്സില്ലാതെ വെളിയിലിറങ്ങിയാൽ എന്തുണ്ടാകും, അതുപോലത്തെ ഒരു ഫീലിലേക്ക് ഞാൻ പോകാം. ശുശ്രൂഷയിലുണ്ടായ അത്ഭുതങ്ങൾ അതെന്തോ എനിക്ക് അത് വിവരിക്കാൻ എനിക്കൊരു ഭയമാണ്. കാരണം ദൈവ കൃപയാൽ നമ്മൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭൂതങ്ങൾ ഇളകുന്നത്, രോഗശാന്തികൾ, അതൊക്കെ എണ്ണമറ്റതായിട്ടുണ്ട്. അതിനെ ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ കഴിവതും ജനങ്ങളെ കൊണ്ടുപോലും സാക്ഷി പറയിപ്പിക്കുമ്പോൾ ഞാൻ പ്രത്യേകം പറയും, പാസ്റ്റർ പ്രാർത്ഥിച്ച് എനിക്കൊരു വിടുതലുണ്ടായി എന്ന് നിങ്ങൾ പറയരുതേ, പാസ്റ്റർ പ്രാർത്ഥിച്ചതിന് നന്ദി എന്ന് പറയല്ലേ, അത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് പറയും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഈ എൻകൗണ്ടറുകളൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് പല എൻകൗണ്ടറുകളിലും എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇന്നും ഓർമ്മയിൽ നിൽക്കുന്നതുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു ഭാഗം, ഞാൻ പാലക്കാടിനപ്പുറം മുണ്ടൂർ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സമയം, എൻ്റെ ശുശ്രൂഷയിലെ ഏറ്റവും പ്രതികൂലത്തിൻ്റെ ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഒരു ദിവസം രാത്രി ഞാൻ പാലക്കാട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട്, ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി, പാലക്കാട് ബസ് സ്റ്റാൻഡ് ഒരു ചെറിയ ഇറക്കം ഇറങ്ങിയാണ് വരുന്നത്. അപ്പോൾ രാത്രി 10 മണി കഴിഞ്ഞു. പിന്നീട് ആ ചെർപ്പുളശ്ശേരി റോഡിലേക്ക് ബസ്സുകളില്ല. അപ്പോൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് പോകാം എന്നുള്ള പ്രതീക്ഷയിൽ ഞാനിങ്ങനെ ഇറങ്ങി വരികയാണ്. അന്നേരം ആ സമയത്ത് എൻ്റെ കാശുമില്ല, ഒന്നുമില്ല. അപ്പോൾ എറണാകുളത്ത് നിന്ന് ഞാൻ പാലക്കാട് വരെ ബസ്സിൽ ഏറെക്കുറെ നിന്ന് യാത്ര ചെയ്ത് വന്ന ഒരു സമയമാണ്. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഒത്തിരി വിധമായ സങ്കടങ്ങളുണ്ട്. അപ്പോൾ ആ സങ്കടങ്ങളിൽ ഞാനിങ്ങനെ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി. അത് തന്നെയല്ല, എന്നെ ഒത്തിരി സ്നേഹിച്ച ഒരു പാസ്റ്ററുടെ, എന്നെ ഒരു പിതാവിനെ പോലെ കരുതിയ ഒരു പാസ്റ്ററുടെ മരണവും കഴിഞ്ഞിട്ട് ഞാൻ വരിക. അപ്പോൾ ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ സങ്കടം പൊട്ടി ഇങ്ങനെ കരഞ്ഞ് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വരിക. അപ്പോൾ ഞാൻ ഇങ്ങനെ വരുമ്പോൾ, കർത്താവേ, ഞാൻ അങ്ങേ അന്വേഷിച്ചല്ലേ, അങ്ങേ വിശ്വസിച്ചല്ലേ ഞാൻ ഈ വേലയ്ക്ക് ഇറങ്ങിയത് എന്നിങ്ങനെ സങ്കടം, എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു. എനിക്കെന്തോ ചോദിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ആരും കാണാതിരിക്കേണ്ടതിന് ഞാനിങ്ങനെ തല ഇങ്ങനെ കുനിച്ചിങ്ങനെ നടക്കുക. പെട്ടെന്ന് ഞാൻ അറിയാതെ ഇങ്ങനെ ആകാശത്തിലേക്ക് തല ഉയർത്തി. ആകാശത്തൂടെ മേഘങ്ങൾ ഭയങ്കര വേഗതയിൽ പറക്കുകയാണ്. ഇടി വെട്ടുന്നത് പോലെ എൻ്റെ കാതുകളിലൊരു ശബ്ദം കേട്ടു. ഞാനത്രേ നിന്നെ വിളിച്ചത്, നിൻ്റെ ഈ ദിവസത്തെ ഞാൻ എൻ്റെ പുസ്തകത്തിൽ കുറിച്ചിട്ടിരിക്കുന്നു. നീ എൻ്റെ വചനം നിമിത്തം അനുഭവിക്കുന്ന ഈ പ്രതികൂലങ്ങളിൽ ഞാൻ നിന്നോടൊരു നിയമം ചെയ്യുന്നു. ഈ മേഘങ്ങളുടെ ഇടയിൽ കൂടെ ഞാൻ നിന്നെ സഞ്ചരിപ്പിച്ച് എൻ്റെ വചനത്തെ പ്രഘോഷിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാനായിരിക്കുന്ന ചുറ്റുപാടിനകത്ത് ഈ മേഘങ്ങളുടെ ഇടയിൽ കൂടെ സഞ്ചരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ആകാശയാത്ര ചെയ്ത് വചനം പ്രസംഗിക്കുന്നതോ ഒന്നും 5 വയസ്സ് വരെ കാര്യമില്ലാതെ പോകുന്ന പോക്കില്ല. യെസ്, നീ മേഘങ്ങൾക്കിടയിൽ കൂടെ സഞ്ചരിച്ച് ശുശ്രൂഷ ചെയ്യുമെന്ന് പറഞ്ഞു. എൻ്റെ കണ്ണുനീര് മാറി, എൻ്റെ സങ്കടം മാറി. അത് അന്നും ഇന്നും ഇതുപോലെ എൻ്റെ മനസ്സിൽ കോറിയിട്ടിട്ടുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ വലിയ വാഗ്ദത്തം നമുക്ക് തന്നു. അതെ. അതിനുശേഷം ഞാൻ ഈ ഇന്ത്യയിലും ഗൾഫ് കൺട്രീസിലും യൂറോപ്പിലും ഒക്കെ പോകുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയും, കർത്താവെ, മേഘങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നു. പക്ഷേ US ചെന്നതിന് ശേഷം ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴാണ്
വ്യക്തമായി മേഘങ്ങളുടെ ഇടയിൽ കൂടെ യാത്ര ചെയ്യുന്നത് ഞാൻ ഫീൽ ചെയ്തത്. അത് ഞാൻ എപ്പോഴും എൻ്റെ ദൈവസന്നിധിയിൽ ഓർക്കും. കാരണം ഞാൻ ഏറ്റവും തകർന്നു, എല്ലാ പ്രതീക്ഷകളും തീർന്നു എന്നുള്ള ഒരിടത്ത് വെച്ച് ദൈവം എന്നോടൊരു കാര്യം പറഞ്ഞു, നീ മേഘങ്ങളുടെ ഇടയിൽ കൂടെ എൻ്റെ വചനവുമായി ഞാൻ നിന്നെ സഞ്ചരിപ്പിക്കുമെന്ന്. അന്ന് എൻ്റെ സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന് നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ സാഹചര്യങ്ങൾക്കോ ചിന്തിക്കാൻ കഴിയുന്നതല്ല. പക്ഷെ ഞാൻ ഇങ്ങനെ എൻ്റെ കണ്ണുനീരാരും കാണരുതെന്ന് പറഞ്ഞിങ്ങനെ കുനിഞ്ഞ് നടക്കുകയാണ്. ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ പ്രായമുള്ള 9 പിതാക്കന്മാരെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ആ 9 പിതാക്കന്മാരെ ശുശ്രൂഷിക്കുന്ന അവരുടെ ചിലരുടെ മരണശയ്യയിൽ വരെ ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഒരു പൗലോസ് തിമത്തിയോസിനെ കുറിച്ച് പറയുന്നത് പോലെ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്ന് വേണം. അപ്പോൾ ഇവരെയൊക്കെ ഞാനൊരു അപ്പനെ പോലെ എൻ്റെ പിതാവിനെ പോലെ ശുശ്രൂഷിച്ചിട്ടുള്ളത്. അത് ചെയ്ത ശുശ്രൂഷകളെ വിവരിക്കുന്നില്ല. അപ്പോൾ ഇവരിൽ ഒരാൾ മരിക്കുമ്പോൾ എൻ്റെ വീട്ടിലൊരാൾ മരിക്കുന്ന വേദനയായിരുന്നു. അപ്പം ഈ ഒരു വേദനയുണ്ട്, മറ്റു പല സംഗതികളും എല്ലാം കൂടെ വരുമ്പോഴാണ് ദൈവം എൻ്റെ അടുക്കൽ ഈ ഒരു വാഗ്ദത്തം പറഞ്ഞു. അത് എൻ്റെ ശുശ്രൂഷയിൽ ഒരു ഭയങ്കര ഉറപ്പും ധൈര്യമായി. ഞാൻ 20 വയസ്സാവുന്നതിന് മുമ്പ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതാണ്. എൻ്റെ 33 വയസ്സ് വരെയുള്ള ശുശ്രൂഷയിൽ കാലങ്ങളിൽ മുഴുവനും ഞാൻ ഒരു സെൻട്രൽ പാസ്റ്ററിനെ ശുശ്രൂഷ ചെയ്ത്, അത് ജസ്റ്റ് ബാഗ് പിടിക്കുന്നതോ അങ്ങനത്തെ ഒന്നുമല്ല. എ സെർവൻറ്റ് മാസ്റ്റർ റിലേഷൻ, എ ഫാദർ സൺ റിലേഷൻ, ബിയോണ്ട് വേർഡ്സ്. അവസരവും ദൈവം തന്നു, അതൊരു ഭാഗ്യവുമാണ്. അത് ദൈവം എനിക്ക് നൽകിയൊരു കൃപയുമാണ്. മനുഷ്യർക്കെന്നല്ല ദൈവത്തിനെന്ന വണ്ണം മനസ്സോടെ ചെയ്യും. പിന്നെ ഈ യൗവനപ്രായത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഈ 20s ബിഗിനിങ്ങിലൊക്കെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അന്ന് വരെ അപ്പനെ അമ്മയെ അനുസരിച്ച് വീട്ടിൽ ജീവിച്ചു വരാം. അപ്പോൾ നമ്മൾ ഒത്തിരി ഫ്ലെക്സിബിളാണ്. നമ്മളെ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും വി ആർ ഏബിൾ ടു ഡു എനിത്തിങ്. എൻ്റെ ട്രെയിനിങ്ങിൻ്റെ ആദ്യ സമയങ്ങളിൽ ഒരു ദിവസം ഡിന്നർ കഴിഞ്ഞ്, ഞാൻ ആ ഡിന്നറൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അതെല്ലാം കഴിഞ്ഞു എനിക്ക് ഭയങ്കര ആഗ്രഹം ഒരു പീസ് കേക്ക് കഴിക്കണം. ഞാൻ അവിടെ നിന്നിങ്ങനെ നമ്മൾ ദൈവത്തോട് ഇങ്ങനെ ചുമ്മാതെ വർത്താനം പറയുന്നൊരിതുണ്ട്. അപ്പം ഞാനിങ്ങനെ ചുമ്മാ പറഞ്ഞു, കർത്താവേ അങ്ങനെ വേലയ്ക്ക് ഇറങ്ങിയിട്ട് ഒരു കേക്ക് പോലും തിന്നാൻ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞു. എനിക്കൊരു മധുരം തിന്നാൻ കൊതിയാവുന്ന കർത്താവേ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അന്ന് എനിക്ക് 20 വയസ്സുകളിലെ. അപ്പം ആ ഒരു ഇതിനകത്ത് പറഞ്ഞു. പെട്ടെന്ന്, ഇത് തമിഴ്നാട്ടിലാണ്, മദ്രാസിലാണ്, പെട്ടെന്ന് ട്രെയിനിങ് മാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തമ്പി ഈ ഒരു ലോറിക്കാരന് നീ ഒന്ന് വഴി കാണിച്ചിട്ട് വരണം, ഇന്ന വീട്ടിൽ പോകണം. അന്ന് രാവിലെ ഞാൻ ഡ്രൈവ് ചെയ്ത് പോയൊരു വീട്. പെട്ടെന്ന് ഈ ലോറിക്കാരൻ്റെ കൂടെ ഞാൻ കയറിപ്പോയി ഒരു റെയിൽവേ ക്രോസിൻ്റെ അവിടെ ചെന്നപ്പോൾ റെയിൽവേ ഗേറ്റ് താന്ന് കിടക്കും. ഈ ലോറിക്കാരൻ എന്നെ വിളിച്ചുകൊണ്ട് അതിൻ്റെ അപ്പുറത്തൊരു സ്വീറ്റ് ഷോപ്പിൻ്റെ വാതിൽക്ക് പോയി നിന്നു. അവിടെ നല്ല വെളിച്ചമുള്ളതുകൊണ്ട് പെട്ടെന്നൊരു മനുഷ്യൻ അവിടേക്ക് വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ അവിടെ നിന്ന് മറ്റേയാളുടെ അടുക്കൽ ചോദിക്കുക, ഒരു ഉപദേശിയെ കൊണ്ടുവന്ന് നീ ഈ രാത്രി സ്വീറ്റ് ഷോപ്പിൻ്റെ വാതിൽക്ക് നിർത്തിയിട്ട് പോകുന്നത് നീ ഒരു മനുഷ്യനാണോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അങ്ങ് ചാടിക്കാം. എന്നിട്ട് ആ സ്വീറ്റ് ഷോപ്പിൽ നിന്ന് കുറേ സ്വീറ്റ്സ്, ഞാൻ ദൈവത്തോട് ഒരു കഷ്ണം കേക്കാ ചോദിച്ചത്, ഒരു കഷ്ണം വേണ്ട, എനിക്ക് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ബോക്സ് നിറയെ സ്വീറ്റ്സ് മേടിച്ച് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇത് ബ്രദർ കഴിക്കുക, ഇത് ബ്രദർ എടുക്കുക, ഇത് ബ്രദർ എടുക്കുക. ഞാൻ അതിനുശേഷം ഇന്നേ വരെ ദൈവത്തോട് കഴിവതും ഒന്നും ചോദിക്കാറില്ല. കാരണം ഞാൻ ഒരു ജസ്റ്റ് എ പീസ് ഓഫ് കേക്കാണ് ചോദിച്ചത്. എനിക്കൊരു ബോക്സ് ഓഫ് കേക്ക്. ഇപ്പൊ ഈ കേക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതിനകത്ത് കേൾക്കുന്നവർക്കായിരുന്ന പോലെ ഒരു കേക്കോ എന്ന് പറയും. പക്ഷെ അന്നത്തെ എൻ്റെ ആ സാഹചര്യത്തിൽ ഒരു മിച്ചറിൻ്റെ ഒരു കപ്പലണ്ടി താഴെ പോകല്ലേ എന്ന് പറഞ്ഞ് മിച്ചർ കഴിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിൽ ആ ഒരു സമയം ഞാനത് ഒരു അമ്മയെപ്പോലെ എന്നെ സ്നേഹിക്കുന്ന, ഇതൊരു അപ്പൻ്റെ കരുതലെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല, ഒരു അമ്മയുടെ കരുതൽ. കാരണം ഒരു കേക്ക് ആഗ്രഹിച്ചാൽ അത് ഓർത്ത് വെച്ച് പെട്ടെന്നൊരു വഴിയിൽ ഒരിടത്ത് കൊണ്ടുപോയി, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ കേക്ക് മേടിച്ച് കഴിഞ്ഞ ഉടനെ അദ്ദേഹം തന്നെ പറഞ്ഞു, ആ വീട് എനിക്കറിയാം, ഞാൻ കൊണ്ടുവിടാം, ഞാൻ ബ്രദറിനെ കൊണ്ടുപോയി തിരിച്ച് ചർച്ചിലാക്കാമെന്ന് പറഞ്ഞ് പുള്ളിയുടെ വണ്ടിയെ കയറ്റി ചർച്ചിലും കൊണ്ടുവിട്ടു. എന്നിട്ട് പറഞ്ഞു, ബ്രദർ കയറിപ്പോക്കോ. ഞാൻ വേണമെങ്കിൽ വന്ന് ബ്രദേഴ്സിന് എല്ലാവർക്കും കേക്ക് കൊടുത്തു, ആഘോഷം. ഒരു ചെറിയ ആഗ്രഹം പോലും, ഈവൻ ദ ലീസ്റ്റ് നീഡ്, സാമ്പത്തിക ഞെരുക്കത്തിലുള്ള വിടുതലിനെ കുറിച്ച് പിന്നീട് ഞാനൊരു കാര്യങ്ങളും അങ്ങനെ പറയാത്തത്, പൗലോസ് പറയുന്നൊരു ഭാഗമുണ്ട്, ക്രിസ്തുവിന് വേണ്ടി കഷ്ടത, പട്ടിണി, നഗ്നത, ഉപദ്രവം ഇതൊക്കെ സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. സോ നൗ ഐ ആം ഹാപ്പി ടു സഫർ ഫോർ ഹിം. എനിക്കിന്നൊരു ഞെരുക്കം വരുന്നുണ്ടെങ്കിൽ
ഇന്ന് എനിക്കൊരു സങ്കടം വരുന്നെങ്കിൽ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നുണ്ടല്ലേ. ഹീ നോസ്, ഹീ കെയർസ്. പിന്നെ കർത്താവിനില്ലാത്ത സങ്കടം ഞാൻ എന്തിനാണ് ഇപ്പോൾ സങ്കടപ്പെടുന്നത്? എന്നെ കരുതുന്നത് കർത്താവല്ലേ. അതുകൊണ്ട് ഹി വിൽ ഡു ഇറ്റ് ഫോർ മീ. ഇനിയും ഇന്നെനിക്ക് കുറച്ച് കിട്ടാതെ പോയാലും എനിക്ക് വിഷമമില്ല. തമ്പുരാൻ്റെ ബാങ്കിൽ അത് സേവ്ഡാണ്, റിസർവ്ഡാണ്. കർത്താവിങ്കിൽ നിന്ന് നമ്മൾ പ്രാപിക്കുന്നു, സാമ്പത്തിക വിടുതലുകൾ പ്രാപിക്കുന്നു എന്നുള്ളതിനെക്കാട്ടിലും ഉപരി ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ കർത്താവിങ്കൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഡിപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ശുശ്രൂഷയിലായിരുന്നാലും ആവോളം കർത്താവിന് വേണ്ടി അധ്വാനിക്കുക. ഞാൻ കർത്താവിൻ്റെ വേലയിൽ വന്നിട്ട് എന്ത് നീ നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ മറ്റ് സൈഡിലോ ഞാൻ 0 ആയിരിക്കും. ഞാൻ ഇന്നും എൻ്റെ പേരൻസിൻ്റെ വീട്ടിൽ താമസിക്കുന്നു. പേരൻസും ബ്രദറും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലൊരു ഭാഗം ഞാൻ പോകുന്നത്. ഐ ഡോണ്ട് കെയർ. പക്ഷെങ്കിൽ എൻ്റെ പ്രാഗൽഭ്യമെന്ന് പറഞ്ഞാൽ എൻ്റെ ഡാഡി എനിക്ക് നൽകേണ്ട, എൻ്റെ ഡാഡിയുടെ ഇതിലുള്ള എൻ്റെ ഓഹരി പോലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുത്തിട്ട്, എൻ്റെ ഗ്രാൻഡ് പേരൻസും അങ്ങനെയായിരുന്നു. അവരുടെ ഓഹരിയും കർത്താവിന് കൊടുത്തിട്ട് ഡാഡിക്ക് എൻ്റെ അപ്പച്ചനും അമ്മച്ചും ഒന്നും കൊടുത്തിട്ടില്ല. 0 ബാലൻസ്. ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു അഷുറൻസ്, നമുക്കൊരു ബോൾഡ്നെസ് ഏത് സാഹചര്യത്തിലും. കാരണം എൻ്റെ കർത്താവ് കടക്കാരനല്ല. ഞാൻ നാളെ പട്ടിണിയാകത്തില്ല, ദരിദ്രനാകത്തില്ല. കാരണം എൻ്റെ നിക്ഷേപ സ്വർഗത്തിൽ കിടപ്പുണ്ടല്ലോ. ഞാൻ അപ്പനെയല്ലേ സേവിക്കുന്നത്, ഞാൻ അപ്പനെയല്ലേ വിശ്വസിക്കുന്നത്, ദൈവത്തെയല്ലേ. നമ്മൾ ദൈവവേലയ്ക്ക് ചെയ്യുന്നതിനെല്ലാറ്റിനും ചിലപ്പോൾ അന്നന്ന് നമുക്ക് ഇത് കിട്ടത്തില്ലായിരിക്കാം. ഇന്ന് ഞാൻ കർത്താവിന് വേണ്ടി കൊടുത്തു, ഇന്ന് തന്നെ എനിക്ക് കിട്ടത്തില്ലായിരിക്കും. ഇത് ഡെയിലി പലിശയല്ലല്ലോ. ഭൂമിയിൽ എല്ലാം കൂടെ കിട്ടല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഈ ഭൂമി കുറച്ചൊക്കെ കിട്ടിയാൽ മതി, നിത്യതയിൽ ചെല്ലുമ്പോഴല്ലേ എല്ലാം കൂടെ കിട്ടേണ്ടത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. നമ്മളെ കൊണ്ട് 2 കാശ് മാത്രമുള്ള വിധവ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടിടുമ്പോൾ വിധവയ്ക്ക് ചിന്തിക്കാം, ഞാൻ ഈ 2 കാശ് അവിടെ കൊണ്ടിട്ടിട്ട് അവിടെ എന്തോ സാധിക്കാനാണ്? ഒരു കാര്യവും ഞാൻ ഈ കൊടുക്കുന്ന 2 കാശ് കൊണ്ട് അവിടെ ഒരു കാര്യവും നടക്കാനില്ല. പക്ഷേ അവൾ കൊടുക്കുന്ന ആ 2 കാശിനെ നോക്കിയിട്ട് കർത്താവ് പറയുകയാണ്, ഇവൾ ഏറ്റവും അധികം ചെയ്യും. അപ്പോൾ പവർ വിഷൻ മിനിസ്ട്രിയിലും ഇപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം, ഞാനിപ്പോൾ ഒരു 100 രൂപ കൊടുത്താൽ പവർ വിഷന് ഒരു മാസം 1 കോടി രൂപ ചിലവുണ്ട്, 80 ലക്ഷം രൂപ ചിലവുണ്ട്. ഞാനീ കൊടുക്കുന്ന 100 രൂപ പവർ വിഷനൊന്നും മുതലാകത്തില്ല. പവർ വിഷൻ അത് മുതലാകുന്നോ ഇല്ലയോ, പവർ വിഷൻ അത് പ്രയോജനപ്പെടുന്നോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കുവാൻ ഉള്ള ഒരു മീഡിയത്തിൽ ഇഫ് യു ഡു ഇറ്റ് ഹോൾ ഹാർട്ട്ലി, നമ്മൾ പൂർണ്ണ മനസ്സോടെ അത് നമ്മൾ ചെയ്യുമ്പോൾ നിശ്ചയം അത് ദൈവത്തിൻ്റെ പുസ്തകത്തിലാണ് എഴുതിയിടുന്നത്. അത് ഇന്ത്യൻ കറൻസിയിലല്ല ദൈവം എഴുതിയിടുന്നത്. അത് ദൈവത്തിൻ്റെ മനസ്സിനൊത്തവണ്ണം നമ്മുടെ മനസ്സിനെ അളന്നാണ് ദൈവം ഇടുന്നത്. ഞാൻ ഒരിക്കലും കരുതുന്നില്ല നമ്മളിടുന്ന നോട്ടിനെ ദൈവം ഇടുമെന്ന് കരുതുന്നില്ല. നമ്മളുടെ മനസ്സിനെയാണ് ദൈവം കരുതുന്നത്.